ഹായ് ഓൾ, വെൽക്കം ടു CC Plus. ഞാൻ അനന്തു. നമ്മൾ ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും കഴിഞ്ഞ കുറേ വീഡിയോസിലൊക്കെ ഡെസിമൽസിനെയൊക്കെ എങ്ങനെ ചെയ്യാം, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ഇന്ന് റാൻഡം ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇന്ന് ചെയ്യാൻ പോവാം. അപ്പോൾ എല്ലാവരും നമ്മുടെ ഫ്രീ ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫ്രീ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് പോയാലോ? നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. 61 ഡിവൈഡഡ് ബൈ 10,000 ക്യാൻ ബി ചേഞ്ച്ഡ് ഇൻടു ഡെസിമൽ. നമുക്ക് എന്തിൽ തന്നിരിക്കുക? ഫ്രാക്ഷനിൽ തന്നിരിക്കുവാണ്. ഇതിനെ ഡെസിമലിൽ മാറ്റുക അല്ലെ, ദശാംശമാക്കുക എന്ന്. ഇപ്പൊ ഈ ഒരു നമ്പർ എഴുതി ഈ 61 ബൈ 10,000നെ ദശാംശമാക്കുക അല്ലെങ്കിൽ അങ്ങനെ എഴുതുക എന്നതാണ് നമുക്ക് മലയാളത്തിൽ ക്വസ്റ്റ്യൻ വരിക കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കിക്കേ, 61 നമ്മൾ എല്ലാവരും കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ 1/10 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ എഴുതണ്ടേ? 1/10 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ എഴുതണ്ടേ? എന്താ 1 എഴുതി ഫ്രണ്ടിൽ ഒരു പോയിന്റ് കൊടുക്കുക അല്ലെ, 0.1 എന്ന് പറയും, 0.1 എന്ന് പറയും. അപ്പൊ 1/100 എന്ന് വെച്ചാലോ, 2 ഡിജിറ്റ് മാറ്റി വേണം പോയിന്റ് വരാൻ അല്ലെ. 1 കൊടുത്തു, രണ്ടാമത്തെ ഡിജിറ്റ് ഇല്ല, 0 കൊടുത്തു, ഒരു പോയിന്റ് കൊടുത്തു, അപ്പൊ 0.01 എന്ന് കിട്ടി അല്ലെ. ഇപ്പൊ ഇവിടെ നോക്കിക്കേ, 2/1000 എന്ന് സാറ് കൊടുത്തു. അപ്പൊ ഇത് നമ്മൾ എങ്ങനെ എഴുതും നോക്കിയേ. 2 എഴുതി, പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റ് വേണം? എത്ര സീറോസ് ഉണ്ട്? 3 സീറോസോ. പോയിന്റ് കഴിഞ്ഞിട്ട് 3 ഡിജിറ്റ് വേണം. ഒരു ഡിജിറ്റ് ഓൾറെഡി ഉണ്ട്, രണ്ടാമത്തെ ആൾ ഇല്ലാത്തതുകൊണ്ട് 0 കൊടുത്തു, മൂന്നാമത്തെ ആൾക്ക് 0 കൊടുത്തു, പോയിന്റ് കൊടുത്തു, പോയിന്റ് ഫ്രണ്ടിൽ നമ്മളൊരു 0 കൂടി ഇട്ട് കൊടുത്തു, 0.02 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ഈ ഒരു മെത്തേഡ് നിങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അല്ലാതെ ആരെങ്കിലും 61 എന്ന് എഴുതി അതിനെ 10,000 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ പോവോ? എപ്പോൾ ചെയ്ത് തീരാനാ? നമുക്ക് ആ അരമണിക്കൂറും ഉണ്ട് മാത്സ് ചെയ്യാൻ അല്ലേ. അപ്പൊ നോക്കിക്കോ, ഇതൊക്കെ ഒന്ന് എഴുതി വെച്ചോളെ. 1/10ഉം 1/100, 2/1000 ഇതൊക്കെ ഒന്ന് എഴുതി വെക്കുക. അതേപോലെ നോക്കിക്കേ, 23/100. 23/100 വന്നാൽ എന്ത് ചെയ്യും? നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്? 2 ഡിജിറ്റ് മാറ്റിയിട്ട് പോയിന്റ് ഇടണമെന്നല്ലേ. അപ്പൊ എന്ത് ചെയ്യണം? 3, 2 2 ഡിജിറ്റ് ആയി. ഇനി എന്ത് ചെയ്യണം? പോയിന്റ് ഇടുക, 0 കൊടുക്കുക, 0.23 എന്ന് കിട്ടും കേട്ടോ. അപ്പൊ എത്ര ഡിജിറ്റ് വന്നാലും നമ്മൾ അങ്ങനെയാ ചെയ്യുന്നത്. അപ്പൊ നോക്കിക്കോ, ഇതൊക്കെ ഒന്ന് എഴുതി വെക്കുക കേട്ടോ എല്ലാവരും, പോസ് ചെയ്ത് വെച്ചിട്ട്. അടുത്ത നോക്കി, നമ്മുടെ ഈ ക്വസ്റ്റ്യനെ വെച്ചിട്ട് 61/10,000 അപ്പൊ നമുക്ക് പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റ് ഉണ്ടാവണം? 4 ഡിജിറ്റ് ഉണ്ടാവണം അല്ലെ പോയിന്റ് കഴിഞ്ഞിട്ട്. ഓൾറെഡി നമുക്ക് ഇവിടെ ഒരു 61 ഉണ്ട്, 61 ഉണ്ട്. ഇനി 2 എണ്ണം കൂടെ വരണം, എടുക്കാൻ ഡിജിറ്റ് ഇല്ല. അപ്പൊ നമ്മൾ എന്ത് കൊടുക്കണം? 0 കൊടുക്കണം. ഇവിടെ ഒരു പോയിന്റ് കൊടുത്തു, ഇപ്പറ ഒരു 0 ഇട്ടു, 0.061. ഈ പോയിന്റിന് ഇപ്പറ ഒരു 0 നിങ്ങൾ വെറുതെ ഇട്ട് കൊടുത്തു, അത് 0.0061 തന്നെയാണ്. അപ്പൊ നോക്കിക്കേ, ഏതാണ് നമുക്ക് ഓപ്ഷനിൽ വരിക? 60. ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഇവിടെ ആണെങ്കിൽ കൂടുതലാണ്. അതെ, പോയിന്റ് കഴിഞ്ഞിട്ട് 4 ഡിജിറ്റ്. ഇങ്ങനെ പോലും എഴുതി നമ്മൾ റഫ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താ? നമുക്കറിയാം ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 4 ഡിജിറ്റേ വരാൻ പാടുള്ളൂ. പോയിന്റ് കഴിഞ്ഞിട്ട് 4 ഡിജിറ്റ് വരുന്നത് ഏതൊക്കെയാ? ഇവിടെ 1, 2, 3, 4, 5. ഇത് ആദ്യമേ നമുക്ക് അറിയത്തില്ലേ ഇവിടെ 61 വരുമെന്ന് ഇല്ലേ? അപ്പൊ നോക്കി, ഇവിടെ നോക്കി, 1, 2, 3, 4, 5, 6 ഡിജിറ്റ് ഉണ്ട്. ഇവിടെ 1, 2, 3, 4. സോ ഓപ്ഷൻ ഡി അല്ലേ നമുക്ക് ആൻസർ വരത്തുള്ളൂ. പെട്ടെന്ന് കിട്ടത്തില്ലേ? അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ 1/10 എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെന്ന് പറയും? 0.1 എന്ന് പറയും. ഈ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും മനസ്സിൽ ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റും. ഇങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് സമയം എന്ത് ചെയ്യത്തുള്ളൂ? ലാഭിക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അരമണിക്കൂർ 10 മിനിറ്റ് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിരിക്കും കേട്ടോ. ചിലപ്പോൾ ഇത് മാത്രമല്ല തരും, നമ്മൾ നേരത്തെ ചെയ്തതുപോലെ 8/1000 പ്ലസ് 2/100 പ്ലസ് 3/10 ഈസ് ഈക്വൽ ടു എന്തായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ വരിക? 8/1000 പ്ലസ് 2/100 പ്ലസ് 3/10. അപ്പൊ നമുക്ക് എന്തെന്ന് എഴുതാൻ പറ്റും? 8/1000 3 ഡിജിറ്റ് വേണം അല്ലേ. 8, 0, 0, പോയിന്റ് 0.008 പ്ലസ് 0.02 വരണ്ടേ, 2 ഡിജിറ്റ് വന്നു, പ്ലസ് 0.3. ഇങ്ങനെ ചെയ്യാം. നമ്മളല്ലാതെ ഫ്രാക്ഷനെ മാറ്റാൻ ഇതിനെ എല്ലാം
10,000 ആക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ? അല്ല. അപ്പൊ ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ അറിഞ്ഞു വെക്കണം കേട്ടോ. എല്ലാവരും ഇപ്പോഴേ മനസ്സിൽ വെക്കണം. മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ ഈ ക്വസ്റ്റ്യൻ കണ്ടു നോക്കണം. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് നമ്മളോട് ചോദിക്കാറുള്ളതാണ്. കാരണം എന്താ, സിമ്പിൾ ആയിട്ട് നമ്മളോട് ചോദിക്കുക, ഈ ഒരു ഫ്രാക്ഷനെ ഡെസിമലിലേക്ക് മാറ്റിക്കൂ. ഡെസിമൽ എപ്പോഴും നിങ്ങൾക്ക് എല്ലാ കുഞ്ഞുമക്കൾക്കും എന്താണ് ഡൗട്ട് ഉള്ളതാന്ന് എക്സാം ഇടുന്നവർക്ക് അറിയാം. സോ അവർ തെറ്റിക്കും എന്നുള്ളൊരു മനസ്സിലിരിക്കും. പക്ഷെ നമ്മൾ ഈ ട്രിക്കൊക്കെ ഉപയോഗിച്ച് എളുപ്പത്തിൽ ആൻസർ കണ്ടുപിടിക്കും കേട്ടോ. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. 2.25 ക്യാൻ ബി ചേഞ്ച്ഡ് ഇൻടു ഫ്രാക്ഷൻ. ഭിന്നസംഖ്യ രൂപത്തിൽ എഴുതുക. നേരത്തെ നമ്മൾ എന്താ ചെയ്തേ, ഭിന്നസംഖ്യയിലുള്ള ഒരെണ്ണത്തിനെ എന്തിലേക്ക് മാറ്റി, ഡെസിമലിലേക്ക് മാറ്റി. ഇവിടെ ഡെസിമലിൽ തന്നിരിക്കുവാണ് അല്ലെ, ദശാംശത്തിൽ തന്നിരിക്കുന്നതിന് ഇനി എന്തിലേക്ക് മാറ്റണം, ഭിന്നസംഖ്യയിലേക്ക് മാറ്റണം. എങ്ങനെയാ നമ്മൾ മാറ്റുക? നമ്മൾ നോക്കിക്കേ, 2.25 ഉണ്ടല്ലോ, 2.25 എഴുതുക. 2.25 ഈ 2.25നെ ഫ്രാക്ഷനിലേക്ക് നമ്മൾ എങ്ങനെ എഴുതുന്നേ, ബൈ 1 വെറുതെ കൊടുക്കുക അല്ലെ. 2.25 ബൈ 1 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാ, 2.25 ആണ്. ഇപ്പൊ ഫ്രാക്ഷനിലായില്ലേ. പക്ഷെ ഇത് ആൻസറിൽ എവിടെയെങ്കിലും ഉണ്ടോ ഫ്രാക്ഷനിൽ എഴുതാൻ പറഞ്ഞിട്ട്? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമുക്കറിയാം ഡെസിമൽ വെച്ചിട്ട് എങ്ങനെ ഡിവൈഡ് ചെയ്യുമെന്നാ നമ്മൾ പഠിച്ചിട്ടുള്ളത്. എന്ത് ചെയ്യണമെന്നാ, പോയിന്റ് കഴിഞ്ഞിട്ട് 2 ഡിജിറ്റ് ഉണ്ടെങ്കിൽ എന്ത് വെച്ചിട്ട് ചെയ്യണം, 100 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. 100 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ. അപ്പൊ നോക്കിക്കേ, 225 ഡിവൈഡഡ് ബൈ 100 എന്ന് നമുക്ക് കിട്ടിയില്ലേ. ഇത് നമ്മുടെ ഓപ്ഷനിൽ ഇല്ല. ഇതിന് നമുക്ക് ചെറുതാക്കാൻ പറ്റുമോ എന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് ഇതേ എല്ലാവരും ഡൗട്ട് ആണെങ്കിൽ വലിയ എല്ലാം വന്നു കഴിയുമ്പോൾ നിങ്ങൾ ഇതേ ഡിവൈഡ് ചെയ്ത് നോക്കിക്കേ പിള്ളേരെ. ഇതേ ഇതിനെ 5, 0യും 5ഉം ആണ്. 0യും 5ഉം എൻഡിങ്ങിൽ വന്നാൽ അത് എന്തിന് ഡിവിസിബിൾ ആയിരിക്കും, നിശേഷം ഹരിക്കാൻ പറ്റുമെന്നാ പറഞ്ഞിട്ടുള്ളത്. ഡിവിസിബിൾ ബൈ 5 ആയിരിക്കും. 0 മാത്രം എൻഡിൽ വന്നാലാണ് 10 വെച്ചിട്ട് പറ്റത്തുള്ളൂ. 0യും 5ഉം ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ഡിവിസിബിൾ ബൈ 5 ആയിരിക്കും കേട്ടോ. അപ്പൊ ഇതിനെ നമ്മൾ 5 വെച്ചിട്ട് ചെയ്യാൻ പോവാ. നോക്കിക്കേ, 5 ഇൻറ്റു 420 നമുക്ക് എന്തെന്ന് കിട്ടി, 45 എന്ന് കിട്ടി അല്ലെ. 45 എന്ന് വരും. അപ്പൊ ഇതിനെ നമുക്ക് 45 എന്ന് എഴുതാം. 100ന് നമുക്ക് എത്ര എഴുതാൻ പറ്റും പിള്ളേരെ? 100ന് ജസ്റ്റ് 5 വെച്ചിട്ട് എന്ത് ചെയ്തും, 5 ഇൻറ്റു 2 ആണ് 10, നേരെ 20 ഇൻറ്റു 5 എത്രയാ, 100 അല്ലേ. അപ്പൊ എന്ത് ചെയ്യുക, 20 എഴുതി. ഇനി ഇതിനെ ചെറുതാക്കാൻ പറ്റത്തില്ലേ. 9 ഇൻറ്റു എന്ത് ചെയ്യുമ്പോഴാണ്, 9 ഇൻറ്റു 5 ചെയ്യുമ്പോഴാണ് എന്ത് വരുന്നത്, 45. ഇവിടെ പിന്നെയും 5 വെച്ചിട്ട് ചെയ്യാൻ കാരണം എന്താ, നമുക്കിവിടെ 5ന് ഡിവിസിബിൾ ആണ്. സോ ഇവിടെ ഡിവൈഡഡ് ബൈ 5 ചെയ്യുന്നു, ഇതിനെയും ഡിവൈഡഡ് ബൈ 5 ചെയ്യുന്നു. അപ്പൊ നമുക്ക് ആൻസർ എന്തെന്ന് കിട്ടും, 9 ഇൻറ്റു 5 ആണ് 45 ബൈ 20 എത്ര വരും, നമുക്ക് എത്ര വരും, 5 ഇൻറ്റു 4 ആണ് 20, 9/4 എന്ന് വരും. 9/40 ഉണ്ട്, 4 ഇല്ല. അപ്പൊ നമ്മൾ ഇതിനെ എന്തിലേക്ക് മാറ്റണം, മിക്സഡിലേക്ക് മാറ്റണം. കണ്ടോ, 9/4, 4 2s are 8, 1. ആൻസർ എന്തെന്ന് നമുക്ക് കിട്ടും, എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക, എന്താ ആൻസർ വരുന്നത്, ഇവിടെ ഡിനോമിനേറ്ററിൽ 4 കൊടുത്തു, ന്യൂമറേറ്ററിൽ 1 കൊടുത്തു, 2 കൊടുത്തു. 2 1/4 ഓപ്ഷനിലുണ്ടോ, 2 1/4 ഓപ്ഷൻ ഡി ആണ് നമുക്ക് ആൻസർ വരുന്നത്. അപ്പൊ ഇതേപോലെ ഡെസിമൽ മാത്രം തന്നിട്ട് ഫ്രാക്ഷനിലേക്ക് ആക്കാൻ പറഞ്ഞാൽ ബൈ 1 കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് അതിനെ നമ്മൾ ഇൻറ്റു ചെയ്യുക. നമ്മൾ സാധാ ഡിവൈഡ് ചെയ്യൂലേ, നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്, 2.25 ഡിവൈഡഡ് ബൈ 3.2 ഇങ്ങനെ വന്നിട്ടുള്ളതല്ലേ പഠിച്ചിരിക്കുന്നത്. സെയിം മെത്തേഡ് തന്നെ അത് ചെയ്യുന്നത് പോലെ 1 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുവാണ്. 2.25നെ 1 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ പോയിന്റ് മാറ്റാൻ നമ്മൾ 100 കൊടുത്തു. മുകളിൽ 100 കൊടുത്താൽ താഴെ എന്ത് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം, 100 കൊടുക്കണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് അങ്ങനെയാണ്, മുകളിൽ കൊടുത്താൽ താഴെയും കൊടുക്കണം അല്ലേ. അപ്പൊ നോക്കിക്കേ, അങ്ങനെ ചെയ്ത് നമ്മൾ കട്ട് ചെയ്ത് ഇവിടെ നമ്മൾ എന്ത് വെച്ചാൽ 5 വെച്ചിട്ടാണ് ചെറുതാക്കിയിരിക്കുന്നത് കേട്ടോ. 5 വെച്ചിട്ട് ചെറുതാക്കി, അടുത്തതിനെ നമ്മൾ ചെറുതാക്കി, 9/4 വന്നു. ഓപ്ഷനിൽ 9/4 ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, അതിനെ മിക്സഡ് ഫ്രാക്ഷനിലേക്ക് ഒന്ന് ആക്കി നോക്കി. മിക്സഡ് ഫ്രാക്ഷനിലാക്കുമ്പോൾ 2 1/4 വരും. കറക്റ്റ് ആണോ എന്ന് അറിയാൻ എന്താ ചെയ്യണ്ടേ, 4 ഇൻറ്റു 2 8, 8 + 1 9, 9/4 എന്ന് കിട്ടിയില്ലേ. അപ്പൊ നമ്മുടെ ആൻസർ മിക്സഡ് ആക്കിയത് കറക്റ്റ് ആണ്, തെറ്റിപ്പോയിട്ടില്ല എന്നർത്ഥം. സോ ആൻസർ വിൽ ബി 2 1/4. ഓക്കെ, അപ്പൊ നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ.
25 minus 19 plus 8 divided by 1/3 of 18 is equal to ആണ് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. നോക്കിക്കേ, ഇവിടെ നമുക്ക് ഓഫ് ഉണ്ട്, ബ്രാക്കറ്റ് ഉണ്ട് അല്ലേ. ഓഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പഠിച്ചിരിക്കുന്നത്? ഓഫ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു ചെയ്യണം അല്ലേ, ഇൻറ്റു ചെയ്യണം. ഇപ്പൊ നോക്കിക്കേ, നമ്മുടെ ബോഡ്മാസ് റൂൾ എന്തായിരുന്നു? BOD MAS അല്ലേ. ആദ്യം ബ്രാക്കറ്റ്, പിന്നെ ഓഫ്, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. ഇവിടെ നമുക്ക് ബ്രാക്കറ്റ് ഉണ്ട്. നോക്കിക്കേ, 25 മൈനസ് 19 പ്ലസ് 8 എന്താണ് വരുന്നത്? 27. അപ്പൊ ഇനി നമുക്ക് ബ്രാക്കറ്റ് ഇടേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ബ്രാക്കറ്റ് ഇടണമെന്നില്ല. ജസ്റ്റ് 25 മൈനസ് 27 ഡിവൈഡഡ് ബൈ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് 1/3 ഓഫ് 18. 1/3 ഓഫ് 18 ഇങ്ങനെ വന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഈ 18ന്റെ അടിയിൽ ഡൗട്ട് ഉള്ളവർ 1 ഇട്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ എന്താ? 1 × 18/3 × 1 3. മൾട്ടിപ്ലിക്കേഷൻ അല്ലേ, LCM കാണണ്ടല്ലോ. പ്ലസിനും മൈനസിനുമാണ് നമ്മൾ LCM കാണുന്നത്. എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ നെവരെ മൾട്ടിപ്ലൈ ചെയ്ത് വെക്കുവാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഡിവൈഡഡ് ബൈ 18/3 എന്ന് കിട്ടി. ഈ 18/3 എന്താ? 6 അല്ലേ. 6 3s are 18. സോ നമുക്ക് ഇവിടെ എന്തെന്ന് എഴുതാം? ഡിവൈഡഡ് ബൈ 6 എന്ന് കൊടുക്കുക. അപ്പൊ നമുക്ക് നോക്കിയേ, 25 മൈനസ് 27 ഡിവൈഡഡ് ബൈ 6. ഇതാണ് നമ്മുടെ ചെയ്യാൻ പോകുന്നത്. ഇനി 27 ഡിവൈഡ് ബൈ 6 ചെയ്യണ്ടേ? ഡിവിഷൻ അല്ലേ ആദ്യം ചെയ്യേണ്ടത്, അത് കഴിഞ്ഞിട്ടല്ലേ സബ്ട്രാക്ഷൻ പറ്റത്തുള്ളൂ. അപ്പൊ നോക്കിക്കേ, 27 ഡിവൈഡഡ് ബൈ 6 കൊടുത്തു. 6 4s are 24 വന്നു. 3 കൊടുത്തു അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? പോയിന്റ് കൊടുത്തു. ഒന്നെങ്കിൽ ഇവിടെ 0 ഇട്ടിട്ട് വലിച്ചു താഴത്തേക്ക് ഇടുക, ഇല്ലെങ്കിൽ 3യുടെ അടുത്ത് കൊണ്ടുപോയി ഒരു 0 ഇട്ടാലും മതി. 30 വരുമ്പം 5 30 നമുക്ക് പോയി. ഓക്കെ, അപ്പൊ നമുക്കിനി നോക്കിക്കേ, ആൻസറിലേക്ക് എത്തുകയാണ്. 25 മൈനസ് 4.5. എങ്ങനെ നമ്മൾ 25 മൈനസ് 4.5 ചെയ്യുക? ഇവിടെയാണ് നിങ്ങൾ തെറ്റിക്കുന്നത്. നോക്കിക്കോ, 25 എഴുതുക. 25 എഴുതുക. ഇനി എന്ത് ചെയ്യണം? 25 എഴുതിയിട്ട് പോയിന്റ് കൊടുക്കുക. 0 ഒന്നും ഇല്ലല്ലോ, 0 കൊടുക്കുക. ഇവിടെ നമുക്ക് നോക്കിക്കേ, 4.5. കാരണം എന്താ? 4.5 അപ്പുറം ഒരു ഡിജിറ്റും കൂടെ ഉള്ളത് കൊണ്ടാണ് സാർ അവിടെ 0 ഇട്ടത്. ഇവിടെ 0 ഇട്ടില്ലെങ്കിലും നിങ്ങൾ തെറ്റിക്കും. കാരണം എന്താ? 0 ഇട്ടില്ലെങ്കിൽ നിങ്ങൾ തെറ്റിക്കാൻ കാരണം എന്താ? നിങ്ങൾ വെറുതെ 5 എന്ന് അങ്ങ് എഴുതി വെക്കും അല്ലേ. ആ 5 നേരെ താഴത്തേക്ക് എഴുതി വെക്കും. അങ്ങനെ എഴുതി വെക്കാൻ പറ്റുമോ? ഇല്ല. ഇവിടെ 0യിൽ നിന്ന് 5 പോകുന്നത്. അപ്പൊ ഇവിടെ 10 ആകും, ഇവിടെ അത് 4 ആകും. നോക്കിക്കേ, 5 പോയിന്റ് താഴത്തേക്ക് എഴുതിയിട്ടു. 4 മൈനസ് 4 0 കൊടുത്തു. 20.5. നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി അവിടെ എന്തും കൂടെ ഉണ്ടാവും? ഓപ്ഷൻ A 20.5, ഓപ്ഷൻ B 21.5 എന്ന് അവിടെ ഉണ്ടാവും. നിങ്ങൾ എല്ലാവരും ചാടി എന്ത് ചെയ്യും? 21.5 മാർക്ക് ചെയ്യും. ഓപ്ഷൻ തെറ്റിപ്പോകും. നമ്മുടെ ആൻസർ എന്താണ്? 20.5 ആണ് ആൻസർ കേട്ടോ. 20.5 ആണ് നമ്മുടെ ആൻസർ. അപ്പൊ ഈ രീതിയിൽ വേണം ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയിനി. അതിനു മുമ്പ് നോക്കിക്കേ, നവോദയ എൻട്രൻസ് 2024 നമ്മളെ മിടുക്കന്മാരും മിടുക്കികളാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. അടുത്ത പ്രാവശ്യം നിങ്ങൾക്കും ഇതേപോലെ ഇരിക്കണ്ടേ? അപ്പൊ നമ്മൾ എന്താണ്, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഏറ്റവും ഹൈലൈറ്റ് ആണ് നമ്മുടെ റിസൾട്ട്. എല്ലാ പ്രാവശ്യവും നമ്മൾ ഒരുപടി മുകളിലേക്കാണ് എന്ത് റിസൾട്ട് ആയിട്ട് പോകുന്നത്. അപ്പൊ അടുത്ത പ്രാവശ്യവും നമുക്ക് എന്ത് റിസൾട്ട് വരണം? ഇതേപോലെ വരണം അല്ലേ. അപ്പൊ നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് നന്നായിട്ട് പഠിച്ച മക്കളെ ഉറപ്പായിട്ടും കിട്ടും. നല്ല രീതിയിൽ പഠിക്കണം. അത് നിങ്ങൾ ഉഴപ്പി പഠിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ ക്ലാസ്സസ് കേൾക്കുക, ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക, റിപ്പീറ്റഡ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക, ഇത്രയും കാര്യങ്ങൾ മതി. സിലബസ് ബേസ്ഡ് ക്ലാസ് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, സുഖമായിട്ട് പഠിച്ച് നമുക്ക് നവോദയ സ്കൂളിൽ അഡ്മിഷൻ നേടാം. നമ്മൾ പറയുന്നത് പോലെ വന്ന് ജോയിൻ ചെയ്തിട്ട് പഠിക്കണം. പഠിച്ചില്ലെങ്കിൽ കിട്ടത്തില്ല കേട്ടോ. അതെല്ലാ വീഡിയോയിലും സാർ പറയുന്ന, പഠിച്ചാൽ മാത്രമേ നമുക്ക് നവോദയ കിട്ടത്തുള്ളൂ. സോ നല്ല രീതിയിൽ പഠിക്കണം, നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യണം. നമ്മൾ സ്കൂളിൽ പഠിക്കുന്നതിൽ കുറച്ചും കൂടെ ഹൈ ലെവലിൽ ഇച്ചിരി ചെയ്യാനുണ്ട്. അപ്പൊ ആ രീതിയിൽ ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ നമ്മൾ ആ ഒരു രീതിയും കൂടെ പ്രിപ്പയർ ചെയ്ത് വെക്കണം കേട്ടോ. അപ്പൊ ഒരു ഗൈഡ് നോക്കി പഠിച്ചാൽ അതിനകത്ത് കുറേ കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ അതൊന്നും വേണ്ട. നമ്മളിവിടെ സിലബസിൽ എന്തൊക്കെ വരുമെന്ന് അറിയുന്നു, അതിൽ എന്തൊക്കെയായിരിക്കും നിങ്ങളോട് ചോദിക്കാന്നുള്ളത് മൊത്തം നമ്മൾ പറഞ്ഞുതരും. അതേപോലെ നമുക്ക് വർക്ക്ഷീറ്റ് ബുക്ക് ഉണ്ട്, ചെയ്ത് നോക്കാൻ വർക്ക്ഷീറ്റ് ബുക്ക് ഉണ്ട്. അതിനകത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ട് പോക്കും. കഴിഞ്ഞ പ്രാവശ്യത്തെ നിങ്ങൾ ചേച്ചിമാരൊക്കെ ആയിട്ട് ഇരിക്കുന്ന ആൾക്കാർ മൊത്തം അത് ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടാണ് അവർ പോയി പരീക്ഷ എഴുതിയത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, നാലാമത്തെ ക്വസ്റ്റ്യൻ ഒരു നമ്പർ സീരീസ് പോലെയാണല്ലേ കൊടുത്തിരിക്കുന്നത്. നോക്കിയേ 2, 3, 5, 8, 13, 21 ഇൻക്രീസ് ചെയ്ത് പോവുക. നോക്കി ഇതിന് എന്തെങ്കിലും ഒരു പ്രത്യേകത കണ്ടെത്താനുണ്ടോ നിങ്ങൾക്ക്? എന്താ പ്രത്യേകത കണ്ടെത്താനുള്ളത്? 2ഉം 3ഉം കൂടെ ആഡ് ചെയ്ത് എന്ത് കിട്ടും? നോക്കിക്കേ 2 + 3 ആഡ് ചെയ്ത് എന്ത് കിട്ടും? 5 കിട്ടും അല്ലേ? ഇനി ഈ 5ഉം 3ഉം കൂടെ ആഡ് ചെയ്താലോ 8 കിട്ടും അല്ലേ? ഇനി 8ഉം 5ഉം കൂടെ ആഡ് ചെയ്താലോ 13 കിട്ടും അല്ലേ? അപ്പൊ 13 + 8 ചെയ്താൽ എത്ര കിട്ടും? 13 + 8 ചെയ്താ 21 കിട്ടും അല്ലേ? അപ്പൊ 21 + 13 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? എത്ര കിട്ടും? 21 + 13 34. നമ്മുടെ ആൻസർ ഏതാ? ഓപ്ഷൻ ബി. കണ്ടോ, സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്ക് മെത്തേഡൊക്കെയാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ. ജസ്റ്റ് ആദ്യമേ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിലാക്കണം. കൂടി വരുവാണോ കുറഞ്ഞു വരുവാണോ ഡബിൾ ആവുകയാണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ ഇതില്. അപ്പൊ ഇത് നോക്കിയേ, സിമ്പിൾ ആണ്. 2 + 3 ചെയ്തപ്പോൾ നമുക്ക് 5 കിട്ടി. ഈ 5ഉം 3ഉം കൂടെ ആഡ് ചെയ്തപ്പോൾ 8 കിട്ടി. 8ഉം 5ഉം 13 കിട്ടി. 8 + 13 എന്ത്? 21 കിട്ടി. 13 + 21 ചെയ്തപ്പോൾ നമുക്ക് 34 കിട്ടി. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു ഹോംവർക്ക് ഞാൻ തരാൻ പോവാണ്. എങ്കിൽ അടുത്ത ടൈം ഏതെന്ന് എല്ലാവരും ഹോംവർക്കിൽ ചെയ്യണം, ചാറ്റിൽ ചെയ്യണം. എല്ലാവരും കമന്റ് ചെയ്യണം, കേട്ടോ. എല്ലാവരും കമന്റ് ചെയ്യണം, എനിക്ക് ആൻസർ കാണണം. ഈ ഒരു ലൈനിൽ 34 കഴിഞ്ഞിട്ട് വരുന്നത് ആര്? അതാണ് ഹോംവർക്ക്. ചെയ്യുമല്ലോ എല്ലാവരും? കമന്റ് ചെയ്യണേ, ഞാൻ നോക്കും. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടായിരിക്കും, ഞാൻ നോക്കിയിട്ട് അവർ റിപ്ലൈ തരുന്നത്. ഞാൻ പറയുന്ന രീതിയിലായിരിക്കും അവർ റിപ്ലൈ തരിക. അപ്പൊ എന്ത് ചെയ്യുക, നിങ്ങൾ കമന്റ് ചെയ്തോ ഇല്ലയോ എന്ന് ഞാൻ നോക്കും. ഓക്കെ, then come on, next question നോക്കാം. 5th question നോക്കിക്കേ. If 1 dozen notebook cost Rs 42, find the cost of 5 notebooks. ഒരു ഡസൻ നോട്ട്ബുക്കിന് 42 രൂപയാണ് ആണെങ്കിൽ 5 നോട്ട്ബുക്കുകളുടെ വില കണ്ടെത്തുക. ഇപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യും, എന്ത് ചെയ്യും? ഒരു നോട്ട്ബുക്കിന് 42 അല്ലേ, അപ്പൊ 5 നോട്ട്ബുക്ക് അല്ലേ ചോദിച്ചത്, 42 × 5 ചെയ്തേക്കാന്ന്. കിട്ടുവോ? കിട്ടത്തില്ല. കാരണം എന്താ, ഇവിടെ നമ്മളോട് കൃത്യം പറയുന്നുണ്ട് 1 ഡസൻ. ഓർത്ത് വെച്ചോ, 1 ഡസൻ ഈസ് ഈക്വൽ ടു 12 ആണ് കേട്ടോ. ഇപ്പൊ ഒരു ഡസൻ ബോട്ടിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ 12 ബോട്ടിൽസ് ആയിരിക്കും ഉണ്ടാവുക. 1 ഡസൻ ബുക്ക് എന്ന് പറഞ്ഞാൽ അതിൽ 12 ബുക്ക് ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. നമ്മളിപ്പം ചില ക്യാനൊക്കെ കാണത്തില്ലേ, 12 ഇതായിരിക്കും നമുക്ക് ഉണ്ടാവുക. നമ്മൾ കുപ്പിയൊക്കെ സോഡയുടെ ഒക്കെ ഇത് കണ്ടിട്ടില്ലേ, അതിൽ എത്ര 12 ആണ്. 1 ഡസൻ എന്ന് പറഞ്ഞാൽ അതിൽ 12 ബോട്ടിൽസ് ഉണ്ടാവും. അപ്പൊ ഇതേപോലെ 1 ഡസൻ നോട്ട്ബുക്ക് എന്ന് പറഞ്ഞാൽ 12 ആണ്. അപ്പൊ 12 നോട്ട്ബുക്കിന്റെ ക്വസ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത് 42. അപ്പൊ നോക്കിക്കേ, 1 ഡസൻ 32 ആണ്. അപ്പോൾ നമുക്ക് അതിന്റെ കോസ്റ്റ് എഴുതാം. 1 ഡസൻ ബുക്കിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് ഇതേപോലെ ഇതൊന്നും എഴുതാനില്ല, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഞാൻ ഇങ്ങനെ എഴുതുന്നത് കേട്ടോ. നിങ്ങൾ മനസ്സിൽ ഇതൊക്കെ പറഞ്ഞു വെച്ചിട്ട് ചെയ്തു പോകുന്നാൽ മാത്രം മതി. 1 ഡസൻ ബുക്കിന് 42 രൂപയാണ് എന്ന് പറയുന്നത് എത്രയാ? 12 ബുക്സ് ആണ് കേട്ടോ. 12 ബുക്കാണ്. 12 ബുക്കിന് 42 ആണെങ്കിൽ 1 ബുക്കിന്റെ വിലയാണ് ചോദിച്ചിരിക്കുന്നത്. 1 ബുക്കിന്റെ വില എത്രയെന്ന് ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം. അതിനെന്താ ചെയ്യണ്ടേ? 42നെ 12 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം. 42നെ 12 വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. അപ്പൊ ഒന്ന് ഡിവൈഡ് ചെയ്തേ. 42 എല്ലാവരും ചെയ്തേ, ഡിവൈഡഡ് ബൈ 12. നമുക്ക് 3 കൊടുക്കാം. 36 കൊടുത്തു. 6 വന്നു. പോയിന്റ് കൊടുത്തു. 0 കൊടുത്തു. 12 × 5 3.5. അപ്പൊ നോക്കിക്കേ, ഒരു ബുക്കിന്റെ വില എന്ന് പറയുന്നത് 3.5 Rs ആണ്. 1 ബുക്ക് കോസ്റ്റ് ഈസ് ഈക്വൽ ടു 3.5. അങ്ങനെയെങ്കിൽ എന്താ, 5 നോട്ട്ബുക്കുകളുടെ വില കണ്ടെത്തുക. 5 ബുക്കിന്റെ വിലയാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. 5 ബുക്കിന്റെ വില കണ്ടുപിടിക്കണം. 5 ബുക്കിന്റെ വില എന്ന് പറയുന്നത് എന്താ?
3.5 ഇൻറ്റു 5 കണ്ടുപിടിക്കണം. അപ്പൊ നോക്കിക്കേ 35 ഇൻറ്റു 5 ചെയ്യുക. പോയിന്റ് മാറ്റിയിട്ട് അങ്ങ് മൾട്ടിപ്ലൈ. ഇങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യണ്ടേ? പോയിന്റ് അങ്ങ് മാറ്റിയിട്ട് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുക. ലാസ്റ്റ് ആൻസറിൽ പോയിന്റ് ഇട്ട് കൊടുക്കുക. 17.5. സോ ദ ആൻസർ ഈസ് 17.5. അപ്പോൾ 5 നോട്ട്ബുക്കുകളുടെ വില കണ്ടെത്തുക എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയത് 17.5. 17.5 ആണ് 5 നോട്ട്ബുക്കുകളുടെ വില. അപ്പൊ ദേ ഒന്നും കൂടെ ഞാൻ പറയാം, ശ്രദ്ധിച്ചു. ഇഫ് 1 dozen നോട്ട്ബുക്ക് കോസ്റ്റ് Rs42, ഒരു ഡസൻ നോട്ട്ബുക്കിന്റെ വിലയാണ് എന്ത് നമുക്ക് തന്നത്? 42 എന്ന് തന്നത്. ഫൈൻഡ് ദ കോസ്റ്റ് ഓഫ് 5 നോട്ട്ബുക്ക്. ഇവിടെ ഒരു നോട്ട്ബുക്കിന്റെ കാര്യമൊന്നും നമുക്ക് ക്വസ്റ്റ്യനിൽ തരത്തില്ല. അതൊക്കെ നമ്മുടെ മൈൻഡിൽ വരേണ്ടതാണ് കേട്ടോ. നോക്കിയേ, ഒരു ഡസൻ നോട്ട്ബുക്കുകളുടെ വില Rs42 ആണെങ്കിൽ 5 നോട്ട്ബുക്കുകളുടെ വില കണ്ടെത്തുക എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ആദ്യമേ അറിഞ്ഞിരിക്കേണ്ട ഒരു മെയിൻ കാര്യമാണ്, ഇമ്പോർട്ടന്റ് ആണ്. 1 ഡസൻ എന്ന് പറയുന്നത് 12 ആണ് കേട്ടോ. ഇപ്പൊ 1 ഡസൻ നോട്ട്ബുക്ക് എന്ന് വെച്ചാൽ 12 നോട്ട്ബുക്ക് ആണ്. അതേപോലെ 1 ഡസൻ ബോട്ടിൽസ് എന്ന് വെച്ചാൽ അത് 12 ബോട്ടിൽസ് ആണ്. അപ്പൊ അതേപോലെ ഓർത്ത് വെക്കുക. അപ്പൊ അതേ 1 ഡസൻ ബുക്കിന് 42 ആണ്. അപ്പൊ എന്താ, 12 ബുക്കിന്റെ വിലയാണ്. നമുക്ക് ഡയറക്റ്റ് തരാതെ ഇൻഡയറക്റ്റ് തന്നിരിക്കുവാണ്. 12 ബുക്കുകളുടെ വില എന്തെന്നാണ്? 42. അങ്ങനെയെങ്കിൽ ഒരു ബുക്കിന്റെ വില എന്താണ്? 42നെ ഈ 12 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം. 42നെ 12 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം. അതിപ്പോ ഏതൊരു ക്വസ്റ്റ്യനിലായാലും ഇപ്പൊ ഇപ്പൊ നമുക്ക് തന്നിരിക്കുകയാണ് 5 ഒരു ഡസൻ ബുക്ക്. ഇപ്പൊ ബോട്ടിൽസ് ഇപ്പൊ ഇവിടെ 42ക്ക് പകരം 53 ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യണം? 53 ഡിവൈഡഡ് ബൈ എന്താണോ അത് ചെയ്യണം. 53/12 ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പൊ 1 ബുക്കിന് 42/12 നമുക്ക് 3.5 എന്ന ആൻസർ കിട്ടി. ഡിവൈഡ് ചെയ്തപ്പോൾ 3.5 എന്ന ആൻസർ കിട്ടി. ഇനി നമുക്ക് ഒരു ബുക്കിന്റെ വില കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 5 ബുക്കിന്റെ വില കാണാൻ പറ്റത്തില്ലേ? നമ്മൾ പണ്ടൊക്കെ ആയാലും പഠിച്ചിട്ടില്ലേ? ഒരു പേനയ്ക്ക് 5 രൂപയാണെങ്കിൽ 5 പേനയ്ക്ക് എത്ര രൂപയാന്ന് മൾട്ടിപ്ലൈ ചെയ്യാൻ നമ്മൾ പറഞ്ഞിട്ടില്ലേ? അപ്പൊ അതേപോലെ 5 ബുക്കിന് എത്രയാണെന്നറിയാൻ ഒരു ബുക്കിന്റെ കൂടെ ആ 5 മൾട്ടിപ്ലൈ ചെയ്തു. സോ 3.5 ഇൻറ്റു 5 നമുക്ക് 17.5 എന്ന ആൻസർ കിട്ടി. 17.5 എന്ന ആൻസർ കിട്ടി. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത നോക്കി നമ്മുടെ മിഷൻ നവോദയ 2025 ബാച്ചസ് റണ്ണിങ് ആണ്. അടിപൊളിയായിട്ട് കുട്ടികൾ പഠിച്ചു പോകുന്നുണ്ട്. അസസ്മെന്റ് എഴുതി, എന്താ പറയുക, ലാംഗ്വേജ്, മാത്സ്, മലയാളം, ഇംഗ്ലീഷ് മലയാളം ഉണ്ടെന്ന്. അതേപോലെ തന്നെ എന്താണ് മെന്റൽ എബിലിറ്റി ഒക്കെ അവർ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതേപോലെ നിങ്ങൾക്ക് എന്താണ് ഏറ്റവും പ്രത്യേകത, ഒരു പേഴ്സണൽ മെന്റർ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും അല്ലെ? മെന്ററിനോട് അപ്പൊ ചോദിക്കുക. നിങ്ങൾക്കുള്ള ഡൗട്ട് ഓൺ ദ സ്പോട്ട് ചോദിക്കുക. നിങ്ങൾ ചെയ്യുന്നതിന്റെ ഇടയ്ക്കൊക്കെയുള്ള ഡൗട്ട്സ് ഒക്കെ നിങ്ങൾ അപ്പൊ ക്ലിയർ ചെയ്ത് പോകാം നിങ്ങൾക്ക്. അതേപോലെ സിലബസ് ബേസ്ഡ് ക്ലാസ് ആയിരിക്കും എല്ലാ ക്ലാസ്സിലും. സെർവർ സിലബസ് എന്താണെന്ന് അറിഞ്ഞാൽ അത് മാത്രമേ നമ്മൾ പഠിപ്പിക്കത്തുള്ളൂ. ഇല്ലാതെ വാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇപ്പം ഒരു 15 ചാപ്റ്റർ ആണെങ്കിൽ 15 ചാപ്റ്റർ ഒന്നും വരത്തില്ല. ഇത്ര ഒന്നും വേണ്ട. നമുക്ക് വേണ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ പോരെ. അതേപോലെ നമുക്ക് സ്റ്റഡി മെറ്റീരിയൽ ഉദ്ദേശിക്കുന്ന വർക്ക്ഷീറ്റ് ബുക്കാണ് കേട്ടോ. നമ്മുടെ വർക്ക്ഷീറ്റ് ബുക്ക് ലാസ്റ്റ് നിങ്ങൾക്ക് വാങ്ങി നമുക്ക് ബാച്ചിലൊക്കെ നമുക്ക് ഓഗസ്റ്റ് സെപ്റ്റംബർ ആകുമ്പോഴത്തേനും വരും. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ അതിനകത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തായിരിക്കും പഠിക്കുക. അപ്പൊ എല്ലാവരും ആ സമയം ആകുമ്പോഴത്തേന് വാങ്ങി വെക്കുക. ഓക്കെ, അതേപോലെ മോക്ക് എക്സാംസ് ഉണ്ടാവും. എല്ലാ അസസ്മെന്റ്സും നമ്മൾ നടത്തും, നിങ്ങൾ എവിടം വരെ എത്തിയെന്ന് അറിയാൻ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടെ ചെയ്താൽ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്താൽ മാത്രമേ നമുക്ക് നവോദയ സ്കൂളിൽ നല്ല രീതിയിൽ റാങ്കിൽ ഉയർന്ന് നല്ല രീതിയിൽ കയറാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് 9496949929 വിളിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.